നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 3 ശനിയാഴ്ചയാണ്. ആദ്യം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ആരംഭിക്കാം. തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച സെൻസെക്സും നിഫ്റ്റിയും 1% ഉയരുകയുണ്ടായി. നിഫ്റ്റി ഈ ആഴ്ച റിസൾട്ടുകൾക്ക് ശേഷം ടോപ്പ് ഗെയിനേഴ്സായി മാറിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. 10% ഉയർന്നത്. 5 വർഷത്തിനിടയിലെ ഒരു മികച്ച നേട്ടമായിരുന്നു കമ്പനി സ്വന്തമാക്കിയത്. പുലർച്ചെ ക്ലോസ് ചെയ്ത US വിപണിയിലേക്ക്. വിപണിയും ശക്തമായി തന്നെയാണ് ഉയർന്നത്. S&P 500ഉം ഡൗ ജോൺസും 1% മുകളിൽ ഇന്നലെ ഉയർന്നു. ഇത് തുടർച്ചയായ 9ാമത്തെ ദിവസമാണ് S&P 500ഉം ഡൗ ജോൺസും പോസിറ്റീവ് ക്ലോസ് ചെയ്യുന്നത്. 20 വർഷത്തിന് ശേഷമുള്ള ലോങ്ങസ്റ്റ് ബുൾ റണ്ണാണ് ഇപ്പോൾ ഈ രണ്ട് വിപണിയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ US വിപണി വളരെ ശക്തിയായി ക്ലോസ് ചെയ്യാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്കാണ്. ആദ്യത്തേത് പേറോൾ ഡാറ്റ തന്നെയാണ്. ഏപ്രിൽ മാസത്തെ പേറോൾ ഡാറ്റ 1,77,000 എന്ന നിലയിലാണ് പുറത്തു വന്നത്. അത് മാർച്ച് മാസത്തേക്കാൾ കുറഞ്ഞ നിലയിലാണ്. സമീപകാല മാന്ദ്യ ആശങ്കകൾ കാരണം പലരും ഭയപ്പെട്ടിരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ഒരു ഡാറ്റയാണ് പുറത്തു വന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഒരു പോസിറ്റീവ് ഡാറ്റയായി ഇത് മാറിയത്. കൂടാതെ തൊഴിലില്ലായ്മ നിരക്ക് 4.2% എന്ന നിരക്കിൽ തുടരുന്നു. ഇത് പ്രതീക്ഷകൾക്ക് അനുസൃതം തന്നെയാണ്. ഇനി വിപണിക്ക് ഊർജം പകർന്ന മറ്റൊന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 145% തീരുവയെക്കുറിച്ച് സംസാരിക്കാൻ US നിന്നുള്ള ഒരു ഓഫർ പരിഗണിക്കുന്നതായി ചൈന പറയുകയുണ്ടായി. ഇതും മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് അവർ കണ്ടത്. ഇന്നലെ അവിടെ ടെക് സ്റ്റോക്കുകൾ തന്നെയാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. മെറ്റ, ആമസോൺ എന്നിവയെല്ലാം നന്നായി പെർഫോം ചെയ്തു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനവും നന്നായി തന്നെയാണ് ഇരുന്നത്. ഇൻഫോസിസ് 1.59% ഉയർന്നു. വിപ്രോ 1.22% ഉയർന്നു. ICICI ബാങ്ക് 2%, HDFC ബാങ്ക് 1.85% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി 1.19% ഉയർന്നു. യൂറോപ്യൻ വിപണിയിലേക്ക്. നേട്ടത്തിലാണ് ഇന്നലെ യൂറോപ്യൻ വിപണി ക്ലോസ് ചെയ്യുന്നത്. ഫ്രാൻസ് മാർക്കറ്റും ജർമ്മൻ മാർക്കറ്റും 2% മുകളിൽ ഉയർന്നു. UK മാർക്കറ്റ് FTSE തുടർച്ചയായ 14ാമത്തെ ദിവസവും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഒരു റെക്കോർഡാണ് ഇപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ട്രേഡ് ടെൻഷനുകൾ കുറഞ്ഞതോടെ സ്വർണത്തിൻ്റെ നേട്ടം കുറയുകയാണ്. ഈ ആഴ്ച ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഗോൾഡ് രേഖപ്പെടുത്തിയത്. 0.5% ഉയർന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 70,040 രൂപയാണ്. ബിറ്റ്കോയിനിലേക്ക് വന്നാൽ $96,000 ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ഒപെക് മീറ്റിംഗിന് മുന്നോടിയായി ഇന്നലെ എണ്ണവില ഏകദേശം 1% മുകളിൽ ഇടിയുകയുണ്ടായി. ഇന്നത്തെ ടോപ്പ് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് പറയാം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരിമിതമായ സീറ്റുകൾ മാത്രമാണ്. വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ആയ കാര്യങ്ങൾ മുതൽ ഫണ്ടമെൻ്റൽ അനാലിസിസ്, പ്രൈസ് ആക്ഷൻ, ഓപ്ഷനുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, കൂടാതെ ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഉപയോഗിക്കണം, ഗ്ലോബൽ മാർക്കറ്റുകൾ നമ്മൾ എങ്ങനെയാണ് വാച്ച് ചെയ്യേണ്ടത് തുടങ്ങിയ ധാരാളം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. ഒരു മാസമാണ് നമ്മുടെ ടൈം പീരീഡ് വരുന്നത്. 3,000 രൂപയാണ് ഫീസായിട്ടുള്ളത്. ഈ ബാച്ചിൻ്റെ അഡ്മിഷൻ ഉടൻ തന്നെ നിർത്തുന്നതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് എല്ലാവർക്കും ജോയിൻ ചെയ്യേണ്ടവർക്ക് ചെയ്യാം എന്ന് പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി S&P ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് 2025-26 സാമ്പത്തിക വർഷത്തിൽ 6.5% നിന്ന് 6.3% കുറച്ചിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന വ്യാപാര നിയന്ത്രണങ്ങൾ ആഗോള വളർച്ചയെ ബാധിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഡൗൺഗ്രേഡിന് കാരണമായി വന്നിരിക്കുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ച 6.5% ആകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ മാസങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലുമൊക്കെയായി പല ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസികളും അതുപോലെ ബാങ്കുകളും നമ്മുടെ റേറ്റിംഗ് ഏജൻസികൾ പുതുക്കിയിരുന്നു. അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ലോക ബാങ്കിൻ്റെ പ്രവചനം ഇത്തരത്തിലാണ്: ദുർബലമായ ആഗോള ഡിമാൻഡും കുറഞ്ഞ സ്വകാര്യ നിക്ഷേപവും കാരണം 2026 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ വളർച്ച 6.3% തന്നെയാണ് അവർ പുതുക്കിയത്. മുൻപ് അത് 6.7% ഇനി IMFൻ്റെ പ്രവചനം നോക്കിക്കഴിഞ്ഞാൽ 2026 സാമ്പത്തിക വർഷത്തിൽ 6.5% നിന്ന് 6.2% അവർ കുറച്ചു. അതായത് ഗ്ലോബലി ഉണ്ടാകുന്ന വലിയൊരു ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ഇത് വലുതായി ഇന്ത്യൻ വിപണിയെ ബാധിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെയും ഒരു അപ്ഡേറ്റ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ നൽകാറുണ്ട്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.